പി ദിവ്യ തെറ്റുകാരിയാണെന്ന് ആദ്യം തന്നെ വിധിച്ചിരിക്കുകയാണ് CPM. ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത തെറ്റായൊരു പരാമർശമാണ് പി ദിവ്യ കണ്ണൂർ ADMന്റെ യാത്രായപ്പ് യോഗത്തിൽ നടത്തിയത് എന്ന് CPM തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ CPM നേതാക്കൾ ഞെട്ടിപ്പോയ ഒരു പ്രസ്താവനയാണ് ഇത്. ജില്ലാ സമ്മേളനത്തിൽ സെക്രട്ടറി MV ജയരാജൻ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റിനെതിരെ വലിയൊരു ആരോപണവും അതുപോലെ തെറ്റാണ് ആ കാര്യം എന്നുള്ളതും പുറത്തു വന്നതുകൊണ്ട് ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നതും CPM തന്നെയാണ്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ചിലരെ ഒഴിവാക്കേണ്ടി വന്ന സാഹചര്യം പരാമർശിക്കുന്നതിനൊപ്പമാണ് പി ദിവ്യയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ വലിയ വീഴ്ച പാർട്ടി വിലയിരുത്തിയത്. നല്ലൊരു ഉദ്യോഗസ്ഥനായ ADMന്റെ യാത്രയപ്പ് യോഗത്തിൽ നടത്തിയ പ്രസംഗം അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും അത് തെറ്റായ പരാമർശമാണെന്നും അതുകൊണ്ടാണ് പി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചതെന്നും പാർട്ടി പറയുന്നു. അങ്ങനെ ഒരു തെറ്റ് ചെയ്തതുകൊണ്ടാണ് അവരുടെ സ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ അവർ തെറ്റുകാരിയല്ല എന്ന് പാർട്ടിക്കൊരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ അവരുടെ ഈറ്റില്ലമായ ജില്ലാ കമ്മിറ്റിയാണ് കണ്ണൂർ. ആ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയോളം വരുന്ന നേതാക്കന്മാരുടെ ഒരു പട്ടികയുണ്ടാകുമ്പോൾ അതിൽ നിന്നിപ്പം തന്നെ പറയുന്നു പി ദിവ്യ തെറ്റുകാരിയാണ് എന്നുള്ളത്. പക്ഷേ ആരാണ് എന്നിട്ടും അവരെ സംരക്ഷിക്കുന്നത് എന്നാണ് ഉയർന്നു വരുന്ന ചോദ്യം. ഈ അച്ചടക്ക നടപടിക്ക് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. പി ദിവ്യ ADMന്റെ യാത്രയപ്പ് യോഗത്തിൽ പറഞ്ഞത് അഴിമതിക്കെതിരായ ഒരു സതുദ്ദേശപരമായ വിമർശനം മാത്രമാണെന്നും അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്നായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ആദ്യ വിലയിരുത്തൽ. എന്നാൽ ദിവ്യക്കെതിരായ അച്ചടക്ക നടപടി ജില്ലാ സമ്മേളന റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്നതിനാൽ സമ്മേളന ചർച്ചയിലും ഈ വിഷയം ഉയർന്നു വരികയാണ്. ഏതായാലും പി ദിവ്യ ചെയ്തത് തെറ്റാണെന്നും അത് കുറ്റമാണെന്നും പറയുന്നത് കോടതിയേക്കാൾ മുൻപേ CPM ആണെന്നതാണ് സത്യം. എന്നിട്ടും ആ ദിവ്യയെ രക്ഷിക്കാൻ പലരും ഉണ്ടെന്നതും അതാരാണെന്നതും പാർട്ടിയിൽ ചർച്ചയാകേണ്ടതുണ്ട്. അത് കേരള മനസാക്ഷിയിൽ പാർട്ടിയുടെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കും, അത് മുറിവേൽപ്പിക്കും എന്നത് തീർച്ചയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കുറ്റവാളികളെയും കുറ്റങ്ങളെയും വ്യക്തമായി ചൂണ്ടിക്കാട്ടാൻ ഇപ്പോൾ പാർട്ടി ശ്രമിച്ചിരിക്കുന്നത്. എന്തുതന്നെയായാലും പി ദിവ്യ എന്ന വിഷയം CPMനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു ചർച്ച തന്നെയാകും എന്നുള്ളതിൻ്റെ സൂചനയാണ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്.